Chapter 8-ന്റെ കുറച്ച് question and answers ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. Let's go to the first question. Salim wants to purchase some preference shares. You are to encourage him by convincing him about any 3 advantages of preference shares. Direct question ആണ്. preference shares ന്റെ advantages ആണ് ചോദിച്ചിരിക്കുന്നത്. So answer എഴുതാം നമുക്ക്. Advantages of preference shares എന്ന് പറയുമ്പോൾ they attract investors who expect regular return and safety to their investment. റെഗുലർ റിട്ടേൺ ആവശ്യമുള്ളവർക്കും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആയിട്ടിരിക്കണം എന്നുള്ളവരുമാണ് കൂടുതലും പ്രിഫറൻസ് ഷെയർസിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദ ഡിവിഡൻഡ് ഈസ് പേയബിൾ ഓൺലി വെൻ ദെയർ ആർ പ്രോഫിറ്റ്സ്. അവിടെ പ്രോഫിറ്റ് ഉള്ളപ്പോഴാണ് ഡിവിഡൻഡ് പേ ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ മാനേജ്മെന്റ് കൺട്രോൾ. ഇത് മാനേജ്മെന്റ് കൺട്രോളിനെ അഫക്ട് ചെയ്യപ്പെടുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ക്യാരി എനി ചാർജ് ഓൺ ദി ഫിക്സഡ് അസറ്റ്. ഒരു തരത്തിലുള്ള ചാർജസ് ഒന്നും ഇവിടെ ക്യാരി ഓൺ ചെയ്യപ്പെടുന്നില്ല. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ദ കമ്പനി ടു റേസ് ലോങ് ടേം ക്യാപിറ്റൽ. ലോങ് ടേം ക്യാപിറ്റൽ കമ്പനിക്ക് റേസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Finance is the lifeblood of business. Comment on this statement by explaining the significance of finance in a modern business. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മോഡേൺ ബിസിനസ്സിലെ ഫിനാൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് ഫിനാൻസിനെ കുറിച്ച് അതിന്റെ നേച്ചറും അതിനെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സും എത്രത്തോളം ആവശ്യമാണെന്നുള്ളതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇൻ ഓർഡർ ടു സ്റ്റാർട്ട് എ ബിസിനസ് വൺ there are needed to purchase fixed asset like land and building, plant and machinery. This is called fixed capital requirement. ഒരു ബിസിനസ് തുടങ്ങാൻ ഫിനാൻസ് വേണമെന്ന് നമുക്കറിയാം. സോ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഫിക്സഡ് ക്യാപിറ്റൽസ് ലൈക്ക് ഫിക്സഡ് അസറ്റ്സ്, അതുപോലെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇത്തരത്തിലുള്ള ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്താനായിട്ട് അതിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. Working capital is required for purchase of raw materials, to pay salaries, wages, rent and taxes. That is working capital requirements. Next, Johnson and Matthew are brothers. Johnson wants to subscribe equity shares and Matthew wants to subscribe debentures. But they are not aware about the difference between equity share and debentures. Can you convince them by explaining any 6 difference between equity shares and debentures? Direct question ആണ്. ഇക്വിറ്റി ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ഷെയർ എന്ന് പറയുമ്പം ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻസ് ആണ് കിട്ടുന്നത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്തായിരിക്കും കിട്ടുന്നത്? അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടും. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരു തരത്തിലുള്ള വോട്ടിംഗ് റൈറ്റ്സും ഉണ്ടായിരിക്കുന്നതല്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി ഒരു ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ടൊന്നും ആവശ്യമായിട്ടില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് സെക്യൂർഡ് ഡിബഞ്ചേഴ്സിന് ഇങ്ങനെയുള്ള ഷെയർ ഇഷ്യൂ ചെയ്യാൻ സെക്യൂരിറ്റി ആവശ്യമായിട്ട് വരും. ഇക്വിറ്റി ഷെയർസ് നോട്ട് റെഡീമബിൾ ആണ്. അത് റെഡീം ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഡിബഞ്ചേഴ്സ് റെഡീമബിൾ ആണ്. ഷെയർ ക്യാപിറ്റൽ ഈസ് പേയബിൾ ആഫ്റ്റർ പേയിങ് ഓൾ ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. എല്ലാ ഔട്ട്സൈഡ് ലയബിലിറ്റീസും പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഷെയർ ക്യാപിറ്റൽ ഹോൾഡേഴ്സിന് ശരിക്കും പേയ്മെന്റ് നടക്കുന്നത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എപ്പോഴും റീപേയ്മെന്റിന്റെ സമയത്ത് ഷെയർ ഹോൾഡേഴ്സിനെക്കാട്ടിലും ഒരു പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് മനസ്സിലാക്കുക, എല്ലാ ഔട്ട്സൈഡ് ലയബിലിറ്റീസും കൊടുത്തതിന് ശേഷമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കത്തുള്ളൂ. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അതിന് മുമ്പേ തന്നെ പേയ്മെന്റ് കൊടുക്കും. Next question. An arrangement to acquire the right to use an asset without owning is called. ഒരു സാധനം അതിന്റെ ഓണർഷിപ്പ് വാങ്ങിക്കാതെ തന്നെ അത് ഉപയോഗിക്കാനുള്ള റൈറ്റിനെയാണ് ലീസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൊമോട്ടേഴ്സ് ഓഫ് സ്മാർട്സ് ലിമിറ്റഡ് അപ്രോച്ച് യു to know the various sources of business finance. As commerce student, explain different sources of business finance. Very important question because ഈ ചാപ്റ്ററിന്റെ തന്നെ കോർ ആണ് സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇന്റേണൽ സോഴ്സസ് ലൈക്ക് ഇക്വിറ്റി ഷെയർസ്, റീറ്റെയിൻഡ് ഏർണിംഗ്സ്. പിന്നെ എക്സ്റ്റേണൽ സോഴ്സസ് മെൻഷൻ ചെയ്യുക. പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലോൺ ഫ്രം ബാങ്ക്, പബ്ലിക് ഡെപ്പോസിറ്റേഴ്സ്,
ലീസ് ഫിനാൻസിങ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിങ് ഇവയൊക്കെ. നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതുപോലെ പോയിന്റ് ഔട്ട് ചെയ്താൽ മതി. അതല്ല കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കേണ്ടതാണ്. Next question. Prafulla Kumar is the finance manager of a company. He is one of the opinion that internal sources of financing is better than other sources. Support him by stating any 6 advantages of ploughing back of funds. ഇയാൾ പറയുന്നത് ഇന്റേണൽ സോഴ്സസ് ഓഫ് ഫിനാൻസിങ് ആണ് എക്സ്റ്റേണലിനെക്കാളും ബെറ്റർ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഉത്തരമായിട്ട് എഴുതുന്നത് ഇന്റേണൽ സോഴ്സസ് ഓഫ് ഫിനാൻസിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എഴുതണം. ഇവിടെ പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്, അതായത് റീറ്റെയിൻഡ് ഏർണിംഗ്സിന്റെ അഡ്വാൻറ്റേജസ് ആണ് എഴുതേണ്ടത്. റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് മോർ ഡിപ്പെൻഡബിൾ ദാൻ എക്സ്റ്റേണൽ സോഴ്സസ്. എക്സ്റ്റേണൽ സോഴ്സസിനെക്കാട്ടിലും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ഇന്റേണൽ സോഴ്സ് ആയിട്ടുള്ള റിട്ടേൺ ഏർണിംഗ്സ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി കോസ്റ്റ് ഓഫ് റേസിംഗ് ഫണ്ട്സ്. ഇതിനകത്ത് ഒരു തരത്തിലും ഫണ്ട് റേസ് ചെയ്യാനുള്ള കോസ്റ്റോ ഒന്നും ഇൻവോൾവ് ആയിട്ടില്ല. ദർ ഈസ് നോ കമ്മിറ്റ്മെന്റ് ടു പേ ഡിവിഡൻഡ്. ഡിവിഡൻഡ് പേ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല. ദെൻ ഇറ്റ് ഇൻക്രീസസ് ദ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും ഏർണിംഗ് കപ്പാസിറ്റിയും കൂട്ടാനായിട്ട് ഇത് സഹായിക്കുന്നു. നെക്സ്റ്റ്, കൺട്രോൾ ഓവർ ദി മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി റീമെയിൻസ് അൺഅഫക്റ്റഡ്. മാനേജ്മെന്റിന്റെ കമ്പനിയുടെ കേസിൽ ഒരു തരത്തിലുള്ള കൺട്രോളും വരുന്നില്ല. റിട്ടേൺഡ് ഏർണിംഗ്സ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കൺട്രോൾ വരും, ഡൈലേഷൻ വരും. പിന്നെ നെക്സ്റ്റ് വൺ ആണ് ഡസ് നോട്ട് റിക്വയർ ദി സെക്യൂരിറ്റി ഓഫ് അസറ്റ്. ഇതിനകത്ത് പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഓഫ് അസറ്റ്സ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആം എ ഡിബഞ്ചർ ഇഷ്യൂഡ് വിതൗട്ട് ദ നെയിം ഓഫ് ദി ഓണർ. ഓണറിന്റെ പേരില്ലാതെ തന്നെ ഇഷ്യൂ ചെയ്യപ്പെടുന്ന ഡിബഞ്ചറിനെ പറയുന്ന പേര്. വെരി ഇമ്പോർട്ടൻറ്റ്. ബെയറർ ഡിബഞ്ചർ. ബെയറർ ഡിബഞ്ചർ ആണ് വിച്ച് ഇസ് എ ഡിബഞ്ചർ ഇഷ്യൂഡ് വിതൗട്ട് ദ നെയിം ഓഫ് ദി ഓണർ. ടൈപ്സ് ഓഫ് ഡിബഞ്ചർ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിൽ ബെയറർ ഡിബഞ്ചർ വെരി ഇമ്പോർട്ടൻറ്റ്. അതിനകത്ത് വിതൗട്ട് നെയിം ഓഫ് ദി ഓണർ ആയിരിക്കും അത് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രീമതി സരസ്വതി അമ്മ, സർവീസ് പെൻഷനർ, wishes to invest a sum in shares of a company. She expects a steady return without taking any risk of loss. Name the type of investment she should go for. Explain its categories. സരസ്വതി അമ്മ എന്ന് പറയുന്നത് ഒരു പെൻഷനർ ആയിട്ടുള്ള ഒരു ലേഡിക്ക് അവരുടെ കയ്യിലുള്ള പണം കുറച്ച് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സ്റ്റഡി റിട്ടേൺ ആണ്, പ്രത്യേകിച്ച് റിസ്ക് ഒന്നും എടുക്കാതെ. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഉത്തരം കിട്ടിക്കണം. അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പ്രിഫറൻസ് ഷെയർസിലാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ കാറ്റഗറീസ് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ്. ഇഷ്യൂ ഷെയർസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോളർ യൂണിറ്റ്സ്. അതിനാണ് ഷെയർസ് എന്ന് പറയുന്നത്. ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നു. 2 ടൈപ്സ് ഓഫ് ഷെയർസ് ആണ് ഒരു ക്യാപിറ്റലിലുള്ളത്. ഇക്വിറ്റി ഷെയർസും അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസും. ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് ക്യാപിറ്റലാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. അവർക്ക് ഒരു തരത്തിലുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ്സും ഡിവിഡൻഡ് ക്ലെയിം ചെയ്യുന്ന സമയത്തും ക്യാപിറ്റൽ റീപേയ്മെന്റ് നടത്തുന്ന സമയത്തും കിട്ടുന്നതല്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഫിക്സഡ് ഡിവിഡൻഡ് ഒരിക്കലും കിട്ടത്തില്ല ഏർണിംഗ്സിന്റെ ബേസിസിൽ. അല്ലാതെ തന്നെ അവർക്ക് ഏർണിംഗ്സ് വരുന്നുണ്ട്. ഇപ്പൊ റിസ്ക് കൂടുതൽ എടുക്കുന്ന ആളുകളാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ദേ വെയർ മാക്സിമം റിസ്ക്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നു അതിനനുസരിച്ചായിരിക്കും അവരുടെ ഡിവിഡൻഡ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. ദേ ഹാവ് ദ റൈറ്റ് ടു വോട്ട്, അതേപോലെ തന്നെ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെന്റ്. എന്തൊക്കെയാണ് ഇക്വിറ്റി ഷെയർസിന്റെ മെറിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇക്വിറ്റി ഷെയർസ് ആർ സ്യൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് ഹു ആർ വില്ലിംഗ് ടു അസ്യൂം ദ റിസ്ക് ഫോർ ഹയർ റിട്ടേൺസ്. ഹയർ റിട്ടേൺസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള റിസ്ക് എടുക്കുന്ന ടീമുകളാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. പേയ്മെന്റ് ഓഫ് ഇക്വിറ്റി ഡിവിഡൻഡ് എന്ന് പറയുന്നത് കമ്പൽസറി അല്ല. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പെർമനന്റ് ക്യാപിറ്റൽ. അത് റീപേ ചെയ്യുന്നത് ലിക്വിഡേഷന്റെ സമയത്തായിരിക്കും. കമ്പനിയുടെ ലിക്വിഡേഷന്റെ സമയത്ത് മാത്രമായിരിക്കും അത് റീപേ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലിമിറ്റേഷൻസ്. ഇൻവെസ്റ്റേഴ്സ് ഹു വാണ്ട് സ്റ്റഡി ഇൻകം മേ നോട്ട് പ്രിഫർ ഇക്വിറ്റി ഷെയർസ്. അതായത് സ്റ്റഡി ഇൻകം വേണ്ടവർക്ക് ഇത്
അത്ര പ്രിഫറബിൾ അല്ല ഇക്വിറ്റി ഷെയർസ്. അവർക്ക് പ്രിഫറൻസ് ഷെയർസ്, ഇപ്പൊ സരസ്വതി അമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ അവർക്ക് പ്രിഫറൻസ് ഷെയർസ് ആണ് പ്രിഫറബിൾ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് ബാക്കിയുള്ള സോഴ്സസ് വെച്ച് നോക്കുമ്പോഴേക്കും. ഇഷ്യൂ ഓഫ് അഡീഷണൽ ഇക്വിറ്റി ഷെയർസ് ഡൈല്യൂട്ട്സ് ദ വോട്ടിംഗ് പവർ ആൻഡ് അതോറിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇത്തരത്തിൽ ഇക്വിറ്റി ഷെയർസ് കൊടുക്കുന്ന സമയത്ത് വോട്ടിംഗ് പവേഴ്സ് അവർക്ക് കൂടുതൽ കിട്ടുകയും അപ്പൊ മാനേജ്മെന്റിൽ അവരുടെ കപ്പാസിറ്റി വരികയും അവരുടെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ പവർ കുറയുകയും ചെയ്യും. പിന്നെ പറയുന്നത് നമ്മുടെ പ്രിഫറൻസ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫറൻസ് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഷെയർസ് ആണ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കാട്ടിലും കിട്ടും. ഒന്ന്, അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് അവർക്ക് കിട്ടും. Next one is the right to claim repayment of capital in the event of winding up of the company. Winding up ന്റെ സമയത്ത് അവർക്ക് ഒരു ക്ലെയിം റീപേയ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് സമീപിക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെയാ ഇതിന്റെ മെറിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിഫറൻസ് ഷെയർസ് എപ്പോഴും റീസണബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി ഇൻകം, ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൊടുക്കും. പ്രിഫറൻസ് ഷെയർസ് ആർ യൂസ്ഫുൾ ഫോർ ദോസ് ഇൻവെസ്റ്റേഴ്സ് ഹു വാണ്ട് എ ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ വിത്ത് കമ്പാരിറ്റീവ്ലി ലോ റിസ്ക്. ലോ റിസ്കിൽ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ വേണ്ടവർക്കാണ് പ്രിഫറൻസ് ഷെയർസ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. എന്തൊക്കെയാ ലിമിറ്റേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സും മാനേജ്മെന്റിൽ പവറും കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡിവിഡൻഡ് ടാക്സിൽ നിന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കത്തില്ല പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കുന്ന. ദി ഷെയർസ് മേ നോട്ട് അട്രാക്ട് ഇൻവെസ്റ്റേഴ്സ് ഹു ആർ എക്സ്പെക്ടിങ് ഹയർ റിട്ടേൺസ്. ഹയർ റിട്ടേൺസ് വേണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് ഒരിക്കലും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. There are debentures which are secured by a charge or mortgage on the assets of the company. Identify the type of debentures. അതായത് സെക്യൂർ ആയിട്ട് ഒരു മോർഗേജ് അസറ്റ്സ് വെച്ചിട്ട് സെക്യൂർ ആയിട്ട് എടുക്കുന്ന ഡിബഞ്ചേഴ്സിനെ പറയുന്ന പേരെന്ത്? ദാറ്റ് ഈസ് കോൾഡ് സെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡഡ് ബൈ ഫോളോവിംഗ് ഫേംസ്. ഒരു എക്സ്പ്ലനേഷൻ തരും, അതിനകത്തുനിന്ന് ഏത് ഫിനാൻഷ്യൽ സർവീസസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് നോക്കുക. ഒന്നാമത്തത്, സുധാ സൊല്യൂഷൻസ് എൻഗേജ്ഡ് ഇൻ ക്രെഡിറ്റ് മാനേജ്മെന്റ് ആൻഡ് ഡെപ്റ്റ് സർവീസിംഗ് ഫോർ ദെയർ ക്ലയൻസ്. ക്രെഡിറ്റ് മാനേജ്മെന്റ് നടത്തുന്ന അല്ലെങ്കിൽ ഡെപ്റ്റ് സർവീസിംഗ് നടത്തുന്നതിന് പറയുന്ന പേരാണ് ഫാക്ടറിംഗ്. നമ്മൾ പഠിച്ചതാണ്. ഒരു ബാങ്കിന്റെ കടം മറ്റൊരു ബാങ്ക് ഏറ്റെടുത്ത് അത് ഏറ്റെടുത്ത് അവര് നേടിയെടുക്കുന്നതിനെയാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ബാങ്ക് എന്നല്ല, അത് എന്ത് ഫേമിന് വേണമെങ്കിലും അത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബുൾ എന്റർപ്രൈസസ് ലിമിറ്റഡ് കളക്ട് സേവിങ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് ടു ഇൻവെസ്റ്റ് ഇൻ എ പോർട്ട്ഫോളിയോ ഓഫ് സ്റ്റോക്സ്. ഇതിന് പറയുന്ന പേരാണ് മ്യൂച്വൽ ഫണ്ട്സ്. അവരത് കളക്ട് ചെയ്ത് ഇൻഡിവിജ്വൽസിന്റെ അടുത്തുനിന്നും ഓർഗനൈസേഷന്റെ അടുത്തുനിന്നും കളക്ട് ചെയ്ത് വേറെ വേറെ പോർട്ട്ഫോളിയോസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് മ്യൂച്വൽ ഫണ്ട്സ്. നെക്സ്റ്റ് പോയിന്റ്, ഫാൽക്കൺ അസോസിയേറ്റ്സ് പ്രൊവൈഡ് സർവീസസ് ഫോർ ഇഷ്യൂ മാനേജ്മെന്റ്. സർവീസസ് കൊടുക്കുന്നതിനെയാണ് ലൈക്ക് അണ്ടർ റൈറ്റിംഗ്, സിമിലർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസസ് കോർപ്പറേറ്റ് സെക്ടറിന് കൊടുക്കുന്നതിനാണ് മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a company with good track record of profitability proposed to borrow additional funds from public for the expansion of their business. The management of the company is not interested in dilution of control over the business. Suggest a suitable type of security. Explain main features of source of finance. ഒരു നല്ല ട്രാക്ക് ഉള്ള പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഉള്ള ഒരു കമ്പനിക്ക് പബ്ലിക്കിന്റെ അടുത്തുനിന്നും കൂടുതൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഏത് തരത്തിലുള്ള രീതിയിലാണെങ്കിൽ അവർക്ക് ഷെയർ എടുക്കാൻ പറ്റുന്നത്? ഒരേ ഒരു കാര്യം അവർ പറയുന്നത്, അവർക്ക് ഒരു തരത്തിലും കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ല. അപ്പൊ കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത് ഡിബഞ്ചേഴ്സ് ആണ്. അത്തരത്തിൽ ഡിബഞ്ചേഴ്സിന്റെ ഫീച്ചേഴ്സും അവർക്ക് മെൻഷൻ ചെയ്ത് പോവാം. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഫിക്സഡ് റേറ്റ് ഓഫ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ കൺട്രോൾ ഓഫ് ദി മാനേജ്മെന്റ് ഒരു കാരണവശാലും ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. കമ്പനിക്ക് ബെനിഫിറ്റ്സ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിയിൽ കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയാണ് ഇക്വിറ്റിയും പ്രിഫറൻസും ഷെയർസും തമ്മിലുള്ള ഡിഫറൻസ്? നമ്മൾ ഡിവെഞ്ചേഴ്സും ഷെയർസും നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കും അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും തമ്മിലുള്ള വ്യത്യാസം. ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ കമ്പൽസറി ഇഷ്യൂ ദിസ് ഷെയർസ്. കമ്പൽസറി ആണ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത്. പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് ഒരു തരത്തിലും കമ്പൽസറി ആയിട്ടുള്ള കാര്യമല്ല.
ഇക്വിറ്റി ഷെയർസിനകത്ത് പ്രോഫിറ്റ് കിട്ടുന്ന അനുസരിച്ച് റേറ്റ് ഓഫ് ഡിവിഡൻഡ് വേരി ചെയ്തുകൊണ്ടിരിക്കും. പ്രിഫറൻസ് ഷെയർസിൽ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. ഇക്വിറ്റി ഷെയർസിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ലോവർ ആണ്. പ്രിഫറൻസ് ഷെയർസിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഹയർ ആണ്. ഇക്വിറ്റി ഷെയർസിൽ ഡിവിഡൻഡ് പേ ചെയ്യുന്ന സമയത്ത് റീപേയ്മെന്റിന്റെ സമയത്ത് ഒരു തരത്തിലുള്ള പ്രയോറിറ്റിയും കിട്ടുന്നതല്ല. പ്രിഫറൻസ് ഷെയർസിന്റെ സമയത്ത് അവർക്ക് അതിന്റെ പ്രയോറിറ്റി റീപേയ്മെന്റിന്റെ സമയത്ത് കിട്ടും. പ്രിഫറൻസ് ഷെയർസ് നമുക്ക് റെഡീം ചെയ്യാനായിട്ട് പറ്റും. ഇക്വിറ്റി ഷെയർസ് റെഡീം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇക്വിറ്റി ഷെയർസിന്റെ റിസ്ക് ഹയർ ആണ്. പ്രിഫറൻസ് ഷെയർസിന്റെ റിസ്ക് ലോവർ ആണ്. ഇക്വിറ്റി ഷെയർസിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം പ്രിഫറൻസ് ഷെയർസിന് ഡു നോട്ട് ഹാവ് എനി വോട്ടിംഗ് റൈറ്റ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ദേ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെന്റ്. പക്ഷെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അത്തരത്തിൽ ഒരു കാരണവശാലും മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. Next question. As a source of finance, retained profit are better than other sources of the company finance. Do you agree with this? Give reasons. Source of finance retained profit ആണോ മറ്റുള്ളതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? Of course, answer yes ആണ്. കാരണം retained earnings എന്ന് പറയുന്നതാണ് ഏറ്റവും cheapest ആയിട്ടുള്ള source of a company finance എന്ന് പറയുന്നത്. Because it does not involve any cost for raising funds. അവർക്ക് ഒരു തരത്തിലും ഫണ്ട് റേസ് ചെയ്യാനായിട്ടൊരു കോസ്റ്റ് അവിടെ ആവുന്നില്ല. അതുപോലെ തന്നെ ഡിവിഡൻഡ് പേ ചെയ്യണം എന്നുള്ളൊരു കമ്മിറ്റ്മെന്റും അവിടെ വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A public limited company decided to borrow additional funds. The management of the company is not interested in dilution of control. Suggest suitable type of securities. Explain various types of security. ഒരു കമ്പനിക്ക് അഡീഷണൽ ഫണ്ട് ബോറോ ചെയ്യണം. അവർക്ക് ഡൈല്യൂട്ട് ചെയ്യേണ്ടതായിട്ട് ഒരു കാരണവശാലും കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഏതാണ് ഇവിടെ ഏറ്റവും മാച്ച് ആയിട്ടുള്ളത്? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡൈല്യൂഷൻ ഓഫ് കൺട്രോൾ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഡിബഞ്ചർ ആണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഡിബഞ്ചേഴ്സിന്റെ ടൈപ്പുമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഡിബഞ്ചർ ഈസ് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ പ്രൊസീഡ് ടു അക്നോളജ് ഇറ്റ്സ് ഡെപ്റ്റ്. Debenture holders are therefore termed as creditors of the company. Debenture holders are paid a fixed rate of interest. Debenture എന്ന് പറയുന്നത് കമ്പനി അതിന്റെ ഡെപ്റ്റ് അക്നോളജ് ചെയ്യാനായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് പേ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്? ഒന്ന്, സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. സെക്യൂർഡ് അല്ലെങ്കിൽ മോർഗേജ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കമ്പനിയുടെ അസറ്റ്സ് വെച്ചിട്ട് എടുക്കുന്ന ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. അൺസെക്യൂർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നേക്കഡ് ഡിബഞ്ചേഴ്സ് ആണ്. അതായത് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ചാർജോ സെക്യൂരിറ്റിയോ അസറ്റ്സിന്റെ മുകളിൽ വെക്കുന്നില്ല. ഇത്തരത്തിൽ മോർഗേജ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസിനെയാണ് സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. മോർഗേജ് വിത്ത് അഗൈൻസ്റ്റ് അസറ്റ്സ് ഓഫ് ദ കമ്പനി. അൺസെക്യൂർഡ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ഓർ നേക്കഡ് ആണ്. because they do not carry any charge on the security. Next one എന്ന് പറയുമ്പോഴത്തേക്കും registered and bearer debenture ആണ്. In this case, registered debentures like നെയിമും അഡ്രസ്സും ഡീറ്റെയിൽസും ഓഫ് debenture holders എന്ന് പറയുന്നത് കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കും. ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറബിൾ ആണ്. ബിയറർ ഡിബഞ്ചേഴ്സ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് രജിസ്റ്റേർഡ് ആൻഡ് ബിയറർ ഡിബഞ്ചേഴ്സ്. നെക്സ്റ്റ് വൺ ആണ് കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇക്വിറ്റി ഷെയർസ് ആയിട്ട് ഒരു സ്പെസിഫൈഡ് പീരീഡിന് ശേഷം കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിബഞ്ചറിനെയാണ് കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് നോൺ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചേഴ്സ് അങ്ങോട്ട് കനോട്ട് കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഡിബഞ്ചേഴ്സിനെയാണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിബഞ്ചേഴ്സ് ദാറ്റ് ആർ റീപെയ്ഡ് ബിഫോർ other debentures are repaid are known as first debentures. Debentures that are repaid before other debentures, ബാക്കിയുള്ള ഡിബഞ്ചേഴ്സിന് മുമ്പ് റീപേ ചെയ്യപ്പെടുന്ന ഡിബഞ്ചേഴ്സിനെയാണ് ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിബഞ്ചേഴ്സ് എന്തായിരിക്കും? which are paid after first debentures have been paid back. ഫസ്റ്റ് ഡിബഞ്ചേഴ്സിന് ശേഷം പേ ചെയ്യുന്നതിനെയാണ് സെക്കൻഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. Next question. Green Company Limited wants to start a new project at Kochi. The finance manager is in confusion to decide whether to make use of their own source or to borrow from outside. Give advice to finance manager by analyzing
merits and demerits of both these sources. Next question, or question കൂടെ ചോദിച്ചിട്ടുള്ളത്, Anil hold 500 equity shares in Stars Limited and his friend Akhil invested 10,000 debentures of the same company. Do you think both these investment are same? Substantiate your answer. ഇങ്ങനെ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. ഇവിടെ ജസ്റ്റ് ടൈപ്സ് ഓഫ് ഫസ്റ്റ് ബേസിക്സിലാണ് നമ്മൾ ഉത്തരം എഴുതിയിരിക്കുന്നത്. ഓണർഷിപ്പ് ക്യാപിറ്റലിന്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മെൻഷൻ ചെയ്ത് പോവാം. ഓണർഷിപ്പ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ട്സൈഡേഴ്സ് വിൽ ബി മോർ കോൺഫിഡൻറ്റ് ടു ഡീൽ വിത്ത് ദ എന്റർപ്രൈസസ്. ഓണർഷിപ്പ് ക്യാപിറ്റൽ ആണ് കൂടുതൽ എടുക്കുന്നതെങ്കിൽ ഔട്ട്സൈഡേഴ്സിന് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ഇതൊരു പെർമനന്റ് ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു എമർജൻസി വന്നാൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓണേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ഓണർഷിപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യിക്കുന്നു. അതേപോലെ തന്നെ ഓണർഷിപ്പ് ക്യാപിറ്റല് പ്രത്യേക സെക്യൂരിറ്റി ഒന്നും ആവശ്യമായിട്ടില്ല. ഡിസഡ്വാൻറ്റേജസ് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് മേ ലൂസ് കൺട്രോൾ ഓഫ് ദി കമ്പനി ബിക്കോസ് അവർക്ക് ഓണർഷിപ്പ് ക്യാപിറ്റൽ വരുമ്പോൾ അവർക്ക് വോട്ടിംഗ് റൈറ്റ് വരും, അവർക്ക് ഓണർഷിപ്പിൽ ഒരു പെർമനന്റ് പാർട്ടായിട്ട് മാറും. As it's a permanent source of, it lacks flexibility. Advantages of ഇതെന്ന് പറഞ്ഞാൽ പെർമനന്റ് സോഴ്സ് ഓഫ് ബിക്കോസ് ഇറ്റ് ലാക്സ് ഫ്ലെക്സിബിലിറ്റി. ഇതൊരു പെർമനന്റ് സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫ്ലെക്സിബിലിറ്റി വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് എന്തൊക്കെയാണ് ബോറോഡ് ക്യാപിറ്റലിന്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ബോറോഡ് ക്യാപിറ്റൽ ഒരിക്കലും മാനേജ്മെന്റിന്റെ കൺട്രോൾ ഡയല്യൂട്ട് ചെയ്യുന്നില്ല. ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് ആണ്. ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ സോഴ്സ് ഓഫ് ഫിനാൻസിങ്. ഇതെന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഫിനാൻസിങ് ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പോലും ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. സെക്യൂരിറ്റി ഈസ് നീഡഡ് ഫോർ റേസിംഗ് സച്ച് ഫണ്ട്സ്. ഇങ്ങനത്തെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി ആവശ്യമായിട്ടുള്ളത്. അവിടെ ഷെയർസും ഡിബഞ്ചേഴ്സും തമ്മിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇല്ല. Mr. Ganesh, a sole trader, acquired machinery on a monthly rental basis from outside agency. Identify the type of financial services in which he entered. Explain it. Ganesh എന്ന് പറഞ്ഞൊരു സോൾ ട്രേഡർ ആണ്. പുള്ളി ഒരു മെഷീനറി മന്ത്ലി റെന്റൽ ബേസിസിൽ എടുത്തു. ഇത് എന്ത് തരത്തിലുള്ള ഫിനാൻഷ്യൽ സർവീസസ് ആണ്? ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഇത് ലീസ് ആണ്, ലീസിംഗ് ആണ്, ലീസ് ഫിനാൻസിങ്. ലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ആണ് whereby the owner of the asset എന്ന് പറയുന്നത് ലെസർ ആണ്. അദ്ദേഹത്തിന്റെ റൈറ്റ്, അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് അതർ പാർട്ടി അതായത് ലെസിക്ക് കൊടുക്കുന്നു. ലെസറിന്റെ റൈറ്റ് ലെസിക്ക് കൊടുക്കുന്നു. The lesser charges a periodic payment for renting of an asset for some specific period called lease rent. ഒരു പീരീഡിലേക്ക് അത് ഉപയോഗിക്കാനായിട്ട് ലെസിനെ അനുവദിക്കുന്ന ഒരു റെന്റ് വേണം എന്ന് മാത്രം ലെസർ ആവശ്യപ്പെടുന്നു. ഈ റെന്റിനെയാണ് ലീസ് റെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓവർ ഇക്വിറ്റി ഷെയർസ്? എന്തൊക്കെയാണ് ഇക്വിറ്റി ഷെയർസിന്റെ മുകളിൽ പ്രിഫറൻസ് ഷെയർസിനുള്ള റൈറ്റ്സ്? അവർക്ക് ഡിവിഡൻഡ്, കമ്പനിയുടെ അടുത്ത് നിന്ന് റൈറ്റ് ടു റിസീവ് എ ഡിവിഡൻഡ് ഓഫ് ദി കമ്പനി, അതിനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ റൈറ്റ് ടു റിസീവ് ദ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ ഇൻ ദ കേസ് ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ്ങിന് അപ്പിന്റെ സമയത്ത് ക്യാപിറ്റൽ റിസീവ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ റിട്ടേണിംഗ് ഫ്രം ദുബായ്, Mr. Rajan and his friends decided to form a private company in Kerala. What are the stages they have to undergo the formation of this company? Direct question ആണ്. ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സ്റ്റേജസിൽ കൂടെയാണ് അത് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെ സ്റ്റേജസിൽ കൂടെയാണ് കടന്നു പോകുന്നത്? പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, ഈ രണ്ട് സ്റ്റേജസിൽ കൂടെയാണ് മെയിൻ ആയിട്ടും കടന്നു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻസോ 1 മാർക്ക് ക്വസ്റ്റ്യൻസോ ആയിട്ട് വരുന്ന ഏരിയാസ് ആണ്. ബാക്കിയുള്ള സ്റ്റേജസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് എഴുതുക. NHAI requires 100 trucks for 2 years for their project of developing National Highway from Vayalar to Thrissur and does not want to own it. NHAIക്ക് നാഷണൽ ഹൈവേ ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് 100 ട്രക്ക് വേണം 2 വർഷത്തേക്ക്. പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് അത് വേണ്ട. അപ്പോൾ ഇവിടെ ഏത് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ആണ് സ്യൂട്ടബിൾ? അതിന്റെ 2 മെറിറ്റ്സ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ 2 പ്രാവശ്യം മെൻഷൻ ചെയ്ത പോലെ ലീസിംഗ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്.
It enabled the lessee to acquire the asset which a lower investment. എപ്പോഴും ഇതൊരു ലോവർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. എപ്പോഴും ലെസിക്ക് അക്വയർ അസറ്റ് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസസ് ആണ് ലീസിംഗ് എന്ന് പറയുന്നത്. ലീസ് റെന്റൽസ് പെയ്ഡ് ബൈ ദ ലെസി ആർ ഡിഡക്റ്റബിൾ ഫോർ കമ്പ്യൂട്ടിംഗ് ടാക്സബിൾ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ടാക്സ് ചെയ്യുന്ന സമയത്ത് ലീസ് റെന്റൽസ് ഡിഡക്ഷൻ ചെയ്യാനായിട്ടും സാധിക്കും. The newly established Eastern Valley Limited Company required a huge volume of finance for establishing their business. A wide variety of sources of funds are available for them. Advise the finance department about the factors that will be considered before selecting the suitable sources. Factors consider എന്ന് പറയുമ്പോഴത്തേക്കും കുറേ ഫാക്ടേഴ്സ് ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത് എടുക്കാറുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് യൂട്ടിലൈസ് ചെയ്യുന്നത് അനുസരിച്ചായിരിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്. ഓരോ സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ കോസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഏതാണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ഓപ്പറേഷൻസ്. ചോയ്സ് ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് എത്രത്തോളമാണ് റീപേ ചെയ്യാൻ പറ്റുന്നത്, എത്രത്തോളം ഇൻട്രസ്റ്റ് ആണ് ക്യാരി ഓൺ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വേണം കൃത്യമായിട്ട് ഏത് വേണമെന്ന് ചൂസ് ചെയ്യാനായിട്ട്. പിന്നെയുള്ളതാണ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ലീഗൽ സ്റ്റാറ്റസ്. ഓരോ ബിസിനസ് ഓർഗനൈസേഷന്റെ ഫോം എത്രത്തോളം സ്റ്റാറ്റസ് ആണ് അവർക്ക് ക്യാരി ഓൺ ചെയ്യുന്നത് എന്നുള്ളതും ഓരോ ഫണ്ടും റേസ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നെക്സ്റ്റ് വൺ ആണ് പർപ്പസ് ആൻഡ് ടൈം പീരീഡ്. ബിസിനസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓരോ സമയത്തും അതിന്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് പ്ലാൻ ചെയ്യേണ്ടതാണ്. ഷോർട്ട് ടേം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലും ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കാനാണെങ്കിൽ ബോറോയിങ് ഫണ്ട്സ് ലൈക്ക് ട്രേഡ് ക്രെഡിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ ഒക്കെ ഉപയോഗിക്കാം. ലോങ് ടേം ഫിനാൻസിലാണെങ്കിൽ ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് റിസ്ക് പ്രൊഫൈൽ. ബിസിനസ് എപ്പോഴും ഓരോ സോഴ്സ് ഓഫ് ഫിനാൻസിന്റെയും റിസ്കിനെ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെട്ടിരിക്കണം. ദെൻ ഉള്ളതാണ് കൺട്രോൾ. ബിസിനസ് ഫേം എന്ന് പറയുന്നത് സോഴ്സ് കീപ്പ് ചെയ്യുന്ന സമയത്ത് മൈൻഡിൽ എത്രത്തോളം കൺട്രോൾ ആണ് ഡൈല്യൂട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളത് നോക്കണം. Then effect on credit worthiness. Dependence of business on certain sources may affect its credit worthiness in the market. എത്രത്തോളമാണ് സോഴ്സ് ക്രെഡിറ്റ് വർത്തിനെസ് ആയിട്ടുള്ളത് ഓരോ ബിസിനസ് മാർക്കറ്റിൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് സോഴ്സ് ഓഫ് ഫിനാൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഉള്ളതാണ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഈസ് എന്നുള്ളത്. അനദർ ആസ്പെക്ട് ഓഫ് എഫക്റ്റിംഗ് ചോയ്സ് ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി, എത്രത്തോളം ഈസി ആയിട്ട് നമുക്കൊരു സോഴ്സ് ഓഫ് ഫണ്ട് ഒബ്റ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത്. ഫൈനലി ടാക്സ് ബെനിഫിറ്റ്സ്, വെരി 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 ഇമ്പോർട്ടൻറ്റ് പാർട്ട്. വേരിയസ് സോഴ്സസ് ഓഫ് ഫിനാൻസ് നമ്മൾ പല രീതിയിലും വേരി ചെയ്ത് നോക്കും, അനലൈസ് ചെയ്ത് നോക്കും. ഇതിനകത്തൊക്കെ ടാക്സ് ബെനിഫിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ പ്രിഫറൻസ് ഷെയർസിന്റെ ഡിവിഡൻഡ് നോട്ട് ടാക്സ് ഡിഡക്റ്റബിൾ, പക്ഷെ ഡിബഞ്ചേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. സോ അത്രയ്ക്കധികം ഇമ്പോർട്ടൻറ്റ് ടാക്സ് ബെനിഫിറ്റ്സിനുണ്ട്. സോ മെയിനായിട്ടും സോഴ്സ് ഓഫ് ഫിനാൻസിനകത്ത് സ്റ്റേജസ് ഓഫ് ഫോർമേഷൻ ഓഫ് എ കമ്പനി, അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഇവർ മൂന്നും തമ്മിലുള്ള വ്യത്യാസം, അതേപോലെ തന്നെ ഓരോ ലീസിങ്, ബെയർ, ഡിബഞ്ചർ, അതുപോലെ ടെർമിനോളജീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക.